ഹലോ വെൽക്കം ടു ദ ജാഷ്. ഒരുപാട് നല്ല മലയാള സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ. മലർവാടി ആർട്സ് ക്ലബ്, തട്ടത്തിമറയത്ത്, തിര, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ഹൃദയം എന്നിവയെല്ലാം അതിനുള്ള ഉദാഹരണങ്ങളാണ്. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വർക്കാണ് തിര എന്ന സിനിമ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം വർക്കായിട്ട് ഞാൻ കരുതുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. അങ്ങനെ എനിക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്പർ 1, സ്ക്രിപ്റ്റ്. നമുക്കറിയാം, ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. സിനിമാ മോഹവുമായി കൊടുമക്കത്തേക്ക് കൊണ്ടുവരുന്ന 2 സുഹൃത്തുക്കളുടെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ സിനിമയിൽ എവിടെയും ഇവർക്ക് ഈ സിനിമാ കമ്പം എങ്ങനെ വന്നെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുറേ നാൾ ഒന്നിച്ചുണ്ടായിട്ട് പോലും വളരെ പൊള്ളയായാണ് ഇവരുടെ സൗഹൃദം എനിക്ക് അനുഭവപ്പെട്ടത്. അതൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ വെറുതെ കൂട്ടിച്ചേർത്ത പോലെയും തോന്നി. നായകനൊരു ഹാർട്ട് ബ്രേക്ക് ഇരിക്കട്ടെ, അതിനുവേണ്ടി തട്ടിക്കൂട്ടി എഴുതിയൊരു കഥാപാത്രമായിരുന്നു കല്യാണി പ്രിയദർശൻ്റെ ആനി. അതിലേക്ക് നയിച്ച സംഭവങ്ങളും നല്ല കല്ലുകടിയായിരുന്നു. ഈ സിനിമയ്ക്ക് ഇത്രയും എനർജി കൊടുത്തത് നിവിൻ പോളി ചെയ്ത നിതിൻ മോളി എന്ന ക്യാരക്ടറാണ്. സിനിമയുടെ ഒരു പോരായ്മയും അതുതന്നെയാണ്. നിവിൻ പോളി എന്ന താരത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിലായിരുന്നു സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അതായത് നിവിൻ പോളി ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. സ്ക്രീൻ പ്ലേയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ വളരെ മോശം എഴുത്തായിരുന്നു സിനിമയുടേത്. നമ്പർ 2, പെർഫോമൻസസ്. ധ്യാൻ ശ്രീനിവാസിന് ഒരുപാട് പ്രശംസ നേടിക്കൊടുത്ത ക്യാരക്ടറായിരുന്നു വേണു കൂത്തുപറമ്പ്. സ്കൂൾ കാലഘട്ടവും ചെറുപ്പക്കാരനുമായിട്ടുള്ള രംഗങ്ങൾ നന്നായിട്ട് ചെയ്തെങ്കിലും പ്രായമായിട്ടുള്ള സീനുകളൊക്കെ വളരെ നാടകീയമായിരുന്നു. ഒരു പ്രായമായാൽ എല്ലാവരും ഒരേ മോഡുലേഷനിൽ സംസാരിക്കുന്ന തെറ്റിദ്ധാരണ കാരണം ധ്യാനിൻ്റെയും പ്രണവിൻ്റെയും പ്രകടനം നല്ല ബോറായിരുന്നു. പ്രണവിനെ കൊണ്ട് ലാലേട്ടൻ്റെ മാനറിസംസൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് തോന്നിയത്. ബേസിൽ, നിവിൻ, നീരജ് മാധവ് എന്നിവരുടെ പ്രകടനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോറാക്കിയിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമ്പർ 3, ക്രിഞ്ച് സീൻസ്. എന്തോ പണ്ട് മുതലേ ക്രിഞ്ച് സീനുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ. ഈ സിനിമയിലും അത്തരം സീനുകൾ ഒരുപാടുണ്ട്. ജീവിതകഥകൾ എന്ന പേരിൽ ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഈ സിനിമയിൽ വേണു സാർ സംവിധാനം ചെയ്യുന്നത്. എന്നാൽ ആ സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ഏതോ ആക്ഷൻ പടം കണ്ട് തിയേറ്ററിൽ എല്ലാവരും ആവേശം കൊള്ളുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം ബേസിൽ പറയുന്നുണ്ട്, ഇതാണ് സിനിമയുടെ മാജിക്. അതൊക്കെ ശരിക്കും നല്ല ക്രിഞ്ച് സീനായിരുന്നു. പ്രണവ് കല്യാണി കോമ്പിനേഷൻ സീനുകൾ മിക്കതും ഒരുപാട് ചീസി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടുന്ന സീനൊക്കെ ശരിക്കും ലോജിക്കിനെ കളിയാക്കുന്നതും സീനുകളായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരാൾ റാൻഡമായിട്ട് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത്രയും താഴത്തെ കൂടി വിൻഡോയും ക്ലോസ് ആക്കി പോകുന്ന കാറിൽ പോകുന്ന മുൻകാമികയെ ഞാൻ കാണുന്നു. അതും പ്രൊഡ്യൂസറിനെ പരിചയമുള്ള ഭർത്താവുള്ള മുൻകാമിക. എന്തൊരു യാദൃശ്ചികം. നമ്പർ 4, മേക്കപ്പ്. ഈ സിനിമയിലെ മേക്കപ്പിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കുറച്ച് ഫ്രെയിംസ് കാണിക്കാം. ഈ അടുത്ത് ഇത്രയും മോശം മേക്കപ്പ് വേറെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. കഥാപാത്രങ്ങൾ പ്രായമായത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും മേക്കപ്പിനൊരു കുറവും ഈ സിനിമയിൽ വരുത്തിയിട്ടില്ല. ആൻഡ് നമ്പർ 5, സോങ്സ്. സംഗീതം കൊണ്ട് ഫുൾ പടത്തിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് വിനീത് ശ്രീനിവാസിൻ്റെ തട്ടകമാണ്. ഹൃദയം എന്ന സിനിമയിൽ 15 പാട്ടുകളുണ്ടെങ്കിൽ പോലും അത് നന്നായി ബ്ലെൻഡ് ചെയ്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 14 പാട്ടുകളുള്ള ഈ സിനിമയിൽ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ജ്ഞാപകം എന്ന പാട്ടിനെ വേണ്ടടുത്തും വേണ്ടാത്തടത്തും പുട്ടിന് പീരയിടുന്ന പോലെ പ്ലേസ് ചെയ്തതും പടത്തിന് തിരിച്ചടിയായി. നമുക്ക് ഹിറ്റാവുന്ന പാട്ട് വേണ്ട, മനഃപൂർവ്വം അത്തരം പാട്ടുകൾ ഒഴിവാക്കിയതാണ് എന്ന വിനീതിൻ്റെ വാദമൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? സോ തിയേറ്ററിൽ വൻ വിജയമായ സിനിമ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഓൾമോസ്റ്റ് 80 കോടിയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. ഇപ്പം എല്ലാം കോടിക്കണക്ക് തന്നെയാണല്ലോ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും തന്നെ ഇതൊരു മികച്ച സിനിമയാണെന്നും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണെന്നും വെച്ച് കാച്ചി. എന്നാൽ ചിലർ മാത്രം സത്യസന്ധമായ റിവ്യൂ പറഞ്ഞു. അതായത് ഈ സിനിമ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്നും ഇതൊരു മികച്ച സിനിമ അല്ലെന്നും എന്നുള്ള അവരുടെ ജെന്യുവനായിട്ടുള്ള ഒപ്പീനിയൻസ് അവർ ഷെയർ ചെയ്തു. ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയായിട്ട് കാണാം. പക്ഷേ ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. മ്യൂസിക്കെല്ലാം വെച്ച് പുള്ളി സൂപ്പറാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. കാരണം വളരെ ജെന്യുവനായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. എന്നാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവൻ MDMA ആണോ, ഇവൻ കഞ്ചാവാണോ, ഇത് പെയ്ഡ് ഡീഗ്രേഡിംഗ് അല്ലേ, പടം സൂപ്പറാണ് എന്നൊക്കെയായിരുന്നു കമൻറ്റ്. എന്നാൽ ഇപ്പോൾ OTT പടം വന്നതോടുകൂടി കഥ മൊത്തം നേരെ തിരിഞ്ഞു.
ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആണല്ലോ, പലർക്കും അവരുടേതായ അഭിപ്രായങ്ങളും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ടോട്ടലി ഒരു ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ദയവേത് നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.